ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സംസ്ഥാനത്ത് ഷവർമ വിൽപ്പന. ഉണ്ടാക്കിയ തീയതിയും സമയവും ഷവർമയിൽ രേഖപ്പെടുത്തണമെന്ന ഉത്തരവാണ് പാലിക്കാത്തത്. പേരിന് പോലും പരിശോധനയില്ല. ഷവർമ കഴിച്ച് കാസർഗോഡ് പ്ലസ് 1 വിദ്യാർത്ഥി മരിച്ചതോടെയാണ് ആഹാര സാധനങ്ങൾ വിൽക്കുന്നതിന് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയത്. ാണ് ഷവർമ കഴിച്ചുള്ള ഭക്ഷ്യവിഷബാധയേറ്റ് ദേവനന്ദ എന്ന വിദ്യാർത്ഥിനി മരിക്കുന്നത്. അതിനുശേഷം സംസ്ഥാനത്ത് പരിശോധനകൾ നടന്നു, നിബന്ധനകൾ കർശനമാക്കി. കഴിഞ്ഞ ദിവസം ഈ കേസെടുത്ത ഹൈക്കോടതി ഈ നിബന്ധനകളെല്ലാം കർശനമായി നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ തുടക്കത്തിലുള്ള ആവേശത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഈ സന്ധ്യാസമയത്താണ് ഏറ്റവും കൂടുതൽ ഷവർമ വിറ്റഴിക്കപ്പെടുന്നത്. ഈ സമയത്ത് തന്നെ ഒരു പരിശോധന നടത്താം. ഷവർമ പാഴ്സൽ യൂസ് പാഴ്സൽ ഫുഡ്സ് 1 hour ബിഫോർ. ഇതിലുണ്ട് 5:48. ഷവർമ വിൽക്കുന്ന കടകൾക്ക് പഞ്ഞമില്ല. ഓരോ കടകളിൽ നിന്നും ഞങ്ങൾ ഷവർമ വാങ്ങി. (2022) മുൻപ് എങ്ങനെയായിരുന്നോ പാക്ക് ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. വെറും കവറു മാത്രം. ഉത്തരവൊക്കെ ഒരു വഴിക്ക്, നാട്ടിൽ നടക്കുന്നത് മറ്റൊരു വഴിക്ക്. എപ്പോഴാണ് കഴിക്കേണ്ടതിൽ സമയമൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. എപ്പോഴത് ഇപ്പൊ തന്നെ കഴിക്കും? എത്ര സമയം വരെ ഇരിക്കുന്നു കഴിക്കാം? കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കൂ. മകളുടെ മരണത്തിന് കാരണം ബന്ധപ്പെട്ടവർ കൃത്യമായ പരിശോധന നടത്തി ഗുണനിലവാരം ഉറപ്പാക്കാത്തതാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദേവനന്ദയുടെ അമ്മ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇത് തീർപ്പാക്കിയ ഉത്തരവിലാണ് തീയതിയും സമയവും കൃത്യമായി പാക്കറ്റുകളിൽ രേഖപ്പെടുത്തണമെന്ന് കർശനമായി ഹൈക്കോടതി പറഞ്ഞതും. ഞങ്ങൾ വാങ്ങിയ 4 ഷവർമകളിൽ ഒന്നിന്റെ പുറം കവറിൽ സമയവും തീയതിയും എഴുതാനുള്ള കോളമുണ്ട്. പക്ഷേ ഒന്നും എഴുതിയിട്ടില്ല. മറ്റൊരു കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ ബില്ലിലാണ് എല്ലാ വിവരങ്ങളും ഉള്ളത്. ബില്ല് ചോദിച്ചാൽ മാത്രമേ ലഭിക്കൂ. മറ്റു 2 കടകൾ ഇങ്ങനെയൊരു ചട്ടമുള്ളത് അറിഞ്ഞിട്ട് പോലുമില്ല. ഒരനിഷ്ട സംഭവം ഉണ്ടാകുമ്പോൾ നടപടിയെടുക്കാൻ തുടക്കത്തിൽ കാണിക്കുന്ന ആവേശം പിന്നീട് സർക്കാരിന് കെട്ടടങ്ങുന്നത് എന്തുകൊണ്ടാണ്? അതുതന്നെയാണ് ഒരു കൂസലുമില്ലാതെ ഈ വിൽപ്പന നടത്താൻ ധൈര്യം കൊടുക്കുന്ന ഘടകം. വിപിൻ സി വിജയൻ, 24 മലപ്പുറം.